കന്യാസ്ത്രീ വിഷയം ബി.ജെ.പിക്കെതിരെ ഉള്ള ഒരു ആയുധമായാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ കരുതിയിരുന്നത്. പക്ഷെ അതിൽ ഒരു തിരിച്ചടിയാണോ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്? ഏറ്റവും അവസാനം കന്യാസ്ത്രീകൾ രാജീവിന് മുന്നിലെത്തി നന്ദി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ല, അതിൻ്റെ ഒരു കാര്യത്തിലുള്ള കന്യാസ്ത്രീകൾക്ക് അറിയാലോ എന്താ സംഭവിച്ചത്. അവരെ കണ്ട് നന്നായി ഈ വിഷയത്തിൽ ആർക്കും അറിയില്ലല്ലോ. അവരെ സംബന്ധിച്ച് അവരവിടെ ഹെൽഡപ്പായി പോകുന്നൊരു അവസ്ഥയായിരുന്നു. ഹെൽഡപ്പായി പോകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങൾ മതപരിവർത്തനത്തിന് എതിരല്ല എന്ന് ബി.ജെ.പി എവിടെയും പറഞ്ഞിട്ടുണ്ട്, എന്ന് ആർ.എസ്.എസ് എവിടെയും പറഞ്ഞില്ലല്ലോ. കേരളത്തിലാണെങ്കിൽ ഉത്തരേന്ത്യയിലാണ് അവർ മതപരിവർത്തനത്തിന് എതിരാണ്. നിങ്ങൾ ഭരണഘടനാനുസൃതമായിട്ട് നിങ്ങളുടെ മതത്തെ പ്രചരിപ്പിക്കാനുള്ള അവകാശം, അത് പരിവർത്തനം ചെയ്യാനുള്ളതല്ല. അത് പ്രചരിപ്പിക്കാന്ന് വെച്ചാൽ ബോധന പ്രക്രിയയാണ്. ഇതല്ലല്ലോ സംഭവം. ഇത് പലപ്പോഴും ദാരിദ്ര്യം ചൂഷണം ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തും അവസാനം കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സംഭവമാണല്ലോ. അപ്പം ഈ രീതിയിലുള്ള മതപരിവർത്തനം ഭരണഘടന വിരുദ്ധം കൂടിയാണ്. അപ്പം ബി.ജെ.പിയെ സംബന്ധിച്ചാൽ അവർക്ക് അക്കാര്യത്തിൽ ഇവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും നിലപാടില്ലാത്തവിടെ സെക്യുലർ പാർട്ടികളാണ്. മതപരിവർത്തനത്തിന് എതിരാണെന്ന് വെച്ചാൽ ഒരു ഇലക്ഷന് എതിരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇലക്ഷൻ റിസൾട്ട് മോശമായ അനുകൂലമാണെന്ന് പറയും. ഒരിക്കലും അനുകൂലമാണെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് മോശമായ എതിരാന്ന് പറയും. ബി.ജെ.പിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ കാര്യത്തിലൊക്കെ അവരുടെ നിലപാടുണ്ട്. ആ നിലപാട് മാറ്റമില്ലാത്ത നിലപാടാണ്. അപ്പോൾ ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് അറിയാം അവിടെ എന്താ സംഭവിച്ചത്. അവിടുന്ന് രക്ഷപ്പെടാൻ വേറെ ആർക്കും പറ്റിയില്ലായിരുന്നു. അല്ല, പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റിലെയും നേതാക്കൾ അവിടെ എത്തി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. എങ്ങനെ രക്ഷപ്പെടുത്താൻ? ഇതിന്റെ ലോജിക്ക് പറയാം, ആളുകൾക്ക് മനസ്സിലാവണ്ടേ? അല്ല, പക്ഷെ കേരളത്തിൽ അങ്ങനെയാണ് പ്രചരണം. അങ്ങനെ പ്രചാരണം നിനക്ക് അവതരിപ്പിച്ചൂടെ? നീ പിടൽ കാസോടെ കൊച്ചുമോനോ? ഇതൊരു ലോജിക്ക് വേണ്ടേ? വൈജു വന്നതിന് മിനിമം മര്യാദ വേണ്ട. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ അതിനുള്ള ശേഷിയൊന്നും കോൺഗ്രസിനും CPM-നും ഇന്നത്തെ ഇന്ത്യ സാഹചര്യത്തിൽ ഛത്തീസ്ഗഡിലില്ല. അല്ല, പക്ഷെ ജയിലിൽ മുന്നിൽ ആദ്യമായി ലഡു വിതരണം നടത്തിയത് ബ്രിട്ടാസാണ്. അത് ലഡു ഇപ്പൊ അർജന്റീന വേൾഡ് കപ്പ് ജയിച്ചിരുന്ന ഞങ്ങൾ മലപ്പുറത്തെ ആളുകൾ ലഡുവും പായസം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോ എന്താ? മെസ്സി അല്ലേ ജയിച്ചത്? കളിയേപ്പിച്ച മെസ്സി അല്ലേ? അത് അങ്ങനെയൊക്കെ ആളുകൾക്ക് ചെയ്യാം. ജയിക്കുന്നവന്റെ കൂടെ വന്നിട്ട് വിട്ടാസ് അതിൻ്റെ ഇടയ്ക്ക് അനൂപ് ആന്റണിയെ തള്ളി മാറ്റി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. അനൂപ് ആന്റണിയാണ് അതിൽ ശരിക്കും പ്രധാനപ്പെട്ട റോള് വഹിച്ചത്. അനൂപ് അവിടെ പോയിട്ട് അവിടെയുള്ള ബി.ജെ.പി നേതൃത്വത്തെയും അവിടെയുള്ള RSSകാരെയും അവിടെയുള്ള ഗവൺമെന്റിനെയൊക്കെ കൺവിൻസ് ചെയ്യിപ്പിച്ചതാണ്. അല്ല, കേരളത്തിൽ ഇത് കൃത്യമായി തന്നെ തെരുവോരങ്ങളിൽ സമരങ്ങൾ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു. അതിപ്പോ ലാറ്റിൻ അമേരിക്കയിലെ മരം മുറിച്ച് അവിടെ സമരം ഉണ്ടാവില്ല. ഈ സമരം കൊണ്ട് ലാറ്റിൻ അമേരിക്ക മരം മുറിക്കാതിരിക്കും. അതത്രേ ഉള്ളൂ. അതൊക്കെ ഇവിടെ ഇത്തരം ഞാൻ പറഞ്ഞില്ല, വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന സ്ഥലം ബ്രസീലിനെക്കാട്ടും കേരളത്തിലാണ്. ഇന്ത്യ ഇതുവരെ വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല. അപ്പൊ അർജന്റീന ഫാൻസ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഫാൻസ് ഉണ്ടാവും, ജർമ്മൻ ഫാൻസ് ഉണ്ടാവും, ബ്രസീൽ ഫാൻസ് ഉണ്ടാവും. അവരിൽ ലഡു വിതരണം ചെയ്യാൻ നോക്കലല്ല മെസ്സിയുടെ പണി. കേരളത്തിൽ ബി.ജെ.പിക്ക് ഇത് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുമോ? പക്ഷേ ഇതിനെ തെരുവിൽ നേരിട്ട് ബി.ജെ.പിക്കെതിരെ വലിയ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണല്ലോ ഈ കന്യാസ്ത്രീകളുടെ പ്രശ്നം വന്നത്. പലരും പറഞ്ഞിരുന്നു, രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറഞ്ഞത് ഇത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് കേരളത്തിൽ. അപ്പോൾ ഇത് ഇപ്പോൾ എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? ഇത് ചില സമയത്ത് ഞാൻ ഒരു വേൾഡ് കപ്പ് പറയാം. ഈ പാകിസ്ഥാൻ വേൾഡ് കപ്പ് കിട്ടിയ വർഷം നമ്മളൊക്കെ നീ അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്താണ്. പാകിസ്ഥാൻ ആദ്യത്തെ കളി ഇന്ത്യനോടൊക്കെ തോറ്റതാണ്. ഇന്ത്യനോടൊക്കെ തോറ്റ പാകിസ്ഥാൻ ആളുകൾ എഴുതി തള്ളിയതായിരുന്നു. പക്ഷെ പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഫൈനലി അവർ വേൾഡ് കപ്പ് അടിച്ചു. ഇപ്പൊ ശ്രീലങ്കയുടെ വേൾഡ് കപ്പ് അങ്ങനെയല്ല, അവർ കണ്ടിന്യൂസ് വിജയിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയൊക്കെ ഓസ്ട്രേലിയ കണ്ടിന്യൂസ് വിജയിച്ചു. പാകിസ്ഥാൻ തോറ്റു തുടങ്ങിയത്. അതേപോലെ ഒരു സംഭവം ഉണ്ടാകുന്ന ആദ്യ ഘട്ടത്തിലുള്ള ഈ സംഭവങ്ങളുടെ ഒരു പോക്ക് ബി.ജെ.പിക്കെതിരെ അക്കാര്യം സംശയമൊന്നുമില്ല. കാരണം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു, അത് ഇതെന്നൊക്കെ പോകുന്നത്. പക്ഷെ പിന്നെ അതിൽ രാജീവ് ചന്ദ്രശേഖരും ബി.ജെ.പി നടത്തിയ ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടലുകൾ വളരെ നന്നായി. അത് ആളുകൾക്ക് മനസ്സില്ല. ഇവരവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇവർ ഈ MP-മാരെ പോയി അങ്ങോട്ട് മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കും. ഇവരെ സഹായത്തോടു കൂടിയാണ് അവർ ഭരിക്കുന്നത്, അല്ലല്ലോ. പക്ഷെ ആ സമയങ്ങളിൽ ബിഷപ്പുമാരെല്ലാം ബി.ജെ.പിക്കെതിരെ രംഗത്ത്. ബിഷപ്പുമാരെന്നപ്പോ ആ ഓളത്തിന്റെ കൂടെ ഒന്നല്ലേ? ബിഷപ്പുമാർക്ക് അതിൽ എന്താ സംഭവിച്ചത്? ഈ രഞ്ജിത്ത് ഏതോ സിനിമയിൽ ഉസ്താദിൽ എഴുതി വെച്ചാൽ ഇന്ത്യ എന്നുള്ള 4 മാസം തുറന്നെടുക്കുന്ന ഈ രാജ്യത്ത് വന്ന് എന്ത് തോന്നിയാസം കാണിക്കുക എന്നുള്ള ഒരു വിചാരം പല ആളുകൾക്കുണ്ട്. അത് നടക്കില്ല എന്ന് മോഡി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ ആരെയും പറഞ്ഞു കാണാൻ വേണ്ടി ആഗ്രഹിക്കും. മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആരാണെങ്കിലും ഈ രാജ്യത്ത് വന്ന് എന്ത് തോന്നിയാസം കാണിക്കുക എന്നുള്ളൊരു വിചാരമാണ്. ഈ തോന്നിയാസമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ തോന്നിയാസം കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനെതിരെ ആക്ഷൻ ഉണ്ടായി. ആക്ഷൻ ഉണ്ടാകും. സുരേഷ് ഗോപി ആവുന്ന കാര്യമാണ്. നിങ്ങളുടെ കൂടെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്കുണ്ടാവും. തെറ്റുകൾ സ്വാഭാവികമാണ്. ആ തെറ്റിലിരുന്നാണ് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്.
അതാണ് BJP ചെയ്തത്. ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് അതാണ്. ക്വിക്ക് ആക്ഷൻ ആയില്ലേ? ഇവരൊക്കെ കണ്ണു നോക്കുന്നതിന് അനൂപ് ആന്റണി അവിടെ എത്തി. അനൂപ് ആന്റണി ഇപ്പം തന്നെ കുർത്തയിട്ടെന്നല്ല പോയിരുന്നു, ഷർട്ടക്കെട്ടാ പോയിരുന്നു. അവിടെ ഉത്തരേന്ത്യക്കാരനാവാനൊന്നും ശ്രമിച്ചിട്ടില്ല. ബാക്കി നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്യാനാണ്? ചലെന്ന് പറയും, ചെൽ എന്ന് പറയും അവന്മാര്. പട്ടീനോട് പറയുന്ന പോലെ ചെൽ എന്ന് പറയും. ഉത്തരേന്ത്യക്കാർ അറിഞ്ഞൂടായിട്ടാണ്. അപ്പോൾ ഇത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതൊരു രാഷ്ട്രീയ ഗുണമായി മാറും. ചിലപ്പോൾ ക്രിസ്ത്യാനി വീരമുള്ള കൂട്ടത്തിൽ, വീര വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് അത് ഗുണമായി മാറും. ഒരു ഡെലിവർ ചെയ്തല്ലേ BJP. അപ്പോൾ സാർ പറയുന്നത് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് BJPക്ക് ഒരു തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകില്ല. അത് ഈ BJPക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട്. ഒരു കാരണവശാലും BJP വോട്ട് ചെയ്യില്ല. അവരിതൊരു കാരണമായിട്ട് പറയും. മറ്റു വിവരമുള്ളവർക്ക് അറിയാലോ, ചിന്തിക്കുന്നവർക്ക് ദുഷ്ടാരണം ഉണ്ട് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കന്യാസ്ത്രീകൾ ഈ സ്വാതന്ത്ര്യ ദിനവും ഈ ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരികയായിരുന്നു. അത് രക്ഷപ്പെടുത്തിയ രാജ്യമാണ്. നാട്ടുകാർക്ക് അറിയില്ല. നിങ്ങൾ അവിടെ പോയി നാടകം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ബസ്സിൽ അവിടെ നിന്ന് ജയിച്ചുകൊണ്ട് ഇവിടുന്ന് പടക്കം പിടിച്ചിട്ട് ഇവിടെ പൊട്ടിക്കുന്നവരെ വല്ല കാര്യമുണ്ട്? ഇവിടെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ നിന്ന് പോകുന്ന കന്യാസ്ത്രീകളും ഒക്കെ വളരെ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. അതിന് കൂടെ മതപരിവർത്തനത്തിന്റെ സാധനം നടക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കന്യാസ്ത്രീകൾ മാത്രമല്ല, ഇപ്പം മുസ്ലിംസ് ആ രീതിയിൽ മതപരിവർത്തനം RSSനെ പേടിച്ച് നടത്തുന്നില്ല. പക്ഷേ പല ഫണ്ട് കേരളത്തിൽ നിന്നാണ് ഫണ്ട് പോകുന്നത്. ഈ പരിപാടിയൊക്കെ നിർത്തി 2 സമുദായത്തിൽപ്പെട്ടവരും മര്യാദയ്ക്ക് ഈ കേരളത്തിൽ ഒതുങ്ങിക്കൂടിയാൽ നല്ലതാണ്. അവിടെ പോയി ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ അതിന് അടി കിട്ടും. അതാണ് അതിന് സംഭവം. ഈ രാജീവിന്റെ വരവോടുകൂടി കേരളത്തിൽ എന്തെങ്കിലും BJPക്ക് ഒരു പുതിയ മുഖം വന്നിട്ടുണ്ടോ? ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് അടുക്കാൻ ശ്രമിക്കുന്നു. പലരും വിമർശിക്കുന്നത് പോലെ തന്നെ വർഗീയ പരാമർശങ്ങൾ ഒഴിവാക്കുന്നു. മുഴുവനായി തന്നെ വികസനം. അല്ല, അത് തന്നെയല്ലേ വേണ്ടത്. രാജ്യം മുന്നോട്ട് പോകാൻ അതെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകല്ലേ വേണ്ടത്. ഇവിടെ കേരളത്തിലെ BJPന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചൈനയും റഷ്യയും നോക്കിയാണ് നയങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ കേരള BJP കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ഉത്തരേന്ത്യ നോക്കിയിട്ടാണ്. ഉത്തരേന്ത്യ അല്ല കേരളം. അതുകൊണ്ട് മറ്റുള്ള BJPനെ എതിർക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. കാരണം അവിടെയുള്ള മണ്ടത്തരൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയും എടുക്കാതെ തന്നെ ആ പപ്പങ്ങനെ വിജയിപ്പിച്ചെടുക്കാം. ചാനൽ ചർച്ചയിലൊക്കെ ഉണ്ടാക്കാം. മണ്ടത്തരം ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണി ഉണ്ടാക്കാം. മഹാഭാരത കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അതൊന്നും കേരളത്തിൽ ഓടില്ല. അപ്പം പത്തര കേരളം പണ്ടേ ഒരു മതസഹിഷ്ണുത വെറുതെ ഉണ്ടായതല്ല. ഇവിടെ അങ്ങനെ മതത്തിൽ ആരും ആക്രമിച്ച് വന്നൊന്നല്ല. ആകപ്പാടെ ടിപ്പു സുൽത്താൻ വന്നിട്ടുണ്ട്, അയാൾ ഓടിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ പോർച്ചുഗീസുകാർ അട്രോസിറ്റീസ് കാണിച്ചിട്ട് അവരെ അവസാനം ഓടിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഈ ബ്രിട്ടീഷുകാർ പോലും സമാധാനപരമായിട്ടാണ് ഇവിടെ മതപരിവർത്തനം നടത്തിയത്. അതല്ലാതെ യുദ്ധത്തിന്റെ വഴിക്ക് പോയിട്ടില്ല. ഇവിടെ ഇസ്ലാം വന്നതും സമാധാനപരമായില്ല, കച്ചവടം എന്ന രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യമുള്ള നാട്ടിൽ നിങ്ങൾ മതവിദ്വേഷം പറഞ്ഞാൽ ഏശില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് ഇവിടെ BJP രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. രാജീവിനെ ആദ്യം അറിയാം. രാജീവിന് റോങ് ഉപദേശകൻ ഉണ്ടായിരുന്നു. അയാൾ ഇപ്പൊ എല്ലാം തോന്നുന്നു. അതിന്റെ ഗുണം കാണാനുണ്ട്. അല്ലെ രാജീവ് ഇടയ്ക്കെന്തെങ്കിലും അബദ്ധം പറയുക. അപ്പൊ അയാളെ പരിഗണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അയാൾക്ക് എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. എന്തായാലും രാജീവിനകത്ത് 1-2 റോങ് സാധനങ്ങൾ വന്ന് രാജീവിന്റെ വായിന്ന് വന്നതല്ല, വേറെ സ്ഥലത്തുനിന്ന് വന്നതാണ്. അപ്പം കേരളത്തിന് ഏറ്റവും വലിയ വർഷം BJPനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല ആളുകളും വിചാരം ഈ രാഷ്ട്രീയം 24 മണിക്കൂറും കുതികാൽ വെട്ടും നുണപറച്ചിലും വിദ്വേഷ പ്രചാരണമാണ്. അതല്ല പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ഇപ്പൊ പുതിയ പിള്ളേരോട് ചോദിച്ചാൽ അവർ കല്യാണം കഴിക്കാൻ പോലും താല്പര്യമില്ല. അവരേക്ക് എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഈ പിള്ളേരെ സെൻസിബിലിറ്റി, അവർ സമാധാനവും സ്വാതന്ത്ര്യമൊക്കെ ആഗ്രഹിക്കുന്ന പിള്ളേരാണ്. അപ്പൊ അവരുടെ സെൻസിബിലിറ്റി നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കും അത് തന്നെ വേണ്ടത്, വിദ്വേഷമൊന്നുമല്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സെൻസിബിലിറ്റി അഡ്രസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ്. ഞാൻ വിചാരിച്ചു പിണറായി വിജയൻ വന്ന സമയത്ത് അങ്ങനെ ഇത് വലിയ മാറ്റം ഉണ്ടാവും. കുറേ മാറ്റങ്ങൾ എങ്കിലും പൂർണ്ണമായ മാറ്റമില്ല. സഭയ്ക്കുള്ള സ്വഭാവത്തിന് മാറ്റം വന്നിരുന്നില്ല. കോൺഗ്രസ്സുകാർ ആറ്റിറ്റ്യൂഡ് സുധാകരൻ വന്നതിന് ശേഷം അവർ കുറച്ചും കൂടി ഒന്ന് അഗ്രസീവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു. സംഭവിച്ചിട്ടില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കൺസിസ്റ്റൻ, അതായത് ടീം എടുത്ത് നോക്കിയാൽ തന്നെ ഒരു പുതിയ ജനറേഷൻ, പുതിയൊരു വൈബുള്ള ആളുകളാണ്. അവർ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾ ശീലിച്ച രാഷ്ട്രീയക്കാരല്ല. നിങ്ങൾക്ക് ഈ കണ്ണ് തുറന്ന് ലോകം നോക്കണം. ചരിത്രത്തിലൂടെ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എന്ത് വേണമെന്ന് തോന്നുന്നു. അതായത് CPM-കാർ കാണിക്കുന്ന പോലെ കാണിക്കാൻ പറ്റുന്ന CPM-മാരില്ല, അല്ലെ കോൺഗ്രസ്സുകാർ കാണിക്കുന്ന പോലെ കാണിക്കാൻ കോൺഗ്രസ്സുകാരില്ല. പിന്നെ BJP ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് കുറച്ച് മാസങ്ങളായി. അപ്പോൾ രാജീവ് നടപ്പിലാക്കുന്ന ആശയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു. ജനങ്ങളുടെ ഇടയിൽ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം വിദ്വേഷവും ഒക്കെ കൊണ്ടു നടക്കുന്ന കുറച്ചെണ്ണം ഉണ്ട്, തീവ്ര ഹിന്ദുത്വവാദികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സാധനം കിട്ടുന്നില്ല. അതിന്റെ ഒരു വിദ്വേഷം അവരിൽ കാണുന്നുണ്ട്. പിന്നെ വോട്ട് കച്ചവടമൊക്കെ നടത്തിയ ഒരു കുറച്ച് വിഷമത്തിലാണ്. ആ രീതി ഫണ്ട് കൊടുക്കാൻ രാജീവ് സമ്മതിക്കുന്നില്ല. ഇലക്ഷന് ഫണ്ട് വരികയായിരുന്നത് ആവശ്യമുള്ള സ്ഥലത്ത് കൊടുത്താൽ മതി എന്നാണ് മൂപ്പരെ. അത് മൂപ്പർക്ക് ഒരു ടീമും ഉണ്ട്, കൃത്യമായ ഇന്റലിജൻസ്. അതാണ് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് രാജീവ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആഗ്രഹിച്ച ഒരു നവഭാവുകത്വം കേരള പൊളിറ്റിക്സ് കൊണ്ടുവരാൻ ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടി കണ്ടിരുന്നു.
അവർക്ക് ആർക്കും പറ്റി. ആകപ്പാട് CK ചന്ദ്രപ്പനാണ് പറ്റിയത്. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. കാനത്തിന് ഞാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ കാനം ഒരു പരിധി എത്തിയപ്പോൾ അതിന് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ പിന്നെ പിണറായിയാണ് കുറച്ചെങ്കിലും ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാജീവ് സോഫ എന്റെ പ്രതീക്ഷകൾക്ക് ഒത്തുപോകുന്നുണ്ട്. പ്രധാനമന്ത്രി എന്ന രീതിയിൽ നരേന്ദ്രമോദി സോഫ എന്റെ പ്രതീക്ഷകൾക്ക് ഒത്തുപോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവര് എന്തെങ്കിലും അപകർഷണം കിട്ടുമെന്ന് വിചാരിച്ച് കൂടെ കൂടുന്നതാണ്. ഈയിടെ എനിക്കിതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഞാൻ പഠിച്ച ചരിത്രത്തിൽ നിന്നും എൻ്റെ ഒരു ലോകബോധത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ ഇനി വേണ്ട ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് ചിന്താഗതിയുണ്ട്. ഇപ്പോൾ ഉള്ളവരെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. പുതിയ കാലഘട്ടത്തിന്റെ സെൻസിബിലിറ്റി ഉൾക്കൊള്ളുന്നവരല്ല. നിനക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴും കേരളത്തിലെ ലീഡർഷിപ്പ് നിന്റെ സെൻസിബിലിറ്റി ഉൾക്കൊള്ളുന്ന? പിന്നല്ല നിന്റെ താഴെ വരുന്നില്ല അല്ല. അപ്പൊ അവിടെ രാജീവ് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്, സുരേഷ് ഗോപി ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിപ്പോൾ അയാൾ BJP ആയതുകൊണ്ട് നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളെ കിതാബ് പറഞ്ഞിരിക്കുന്നത് എന്തിനോടുള്ള വെറുപ്പ് ഒരാളോട് അനീതി കാണിക്കാൻ നിങ്ങൾക്ക് കാരണമായിരുന്നു. അത് നല്ല മുസ്ലിം അതിൽ വിശ്വസിക്കുന്നതാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. BJP-നോടോ അല്ലെങ്കിൽ ഹിന്ദുത്വത്തോടോ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപകാരി നമുക്ക് എതിർപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു നല്ല കാര്യം വരുമ്പോൾ ഇത്തരം മുൻവിധികൾ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.